ഇപ്പോൾ ഇതിന് എനിക്ക് അപ്പോൾ എടുക്കാൻ പറ്റില്ല, കാരണം ഫുഡ് കഴിക്കാതെ വിശന്നിരിക്കുകയായിരുന്നു. പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കാൻ എന്തായാലും കയ്യിൽ പൈസയും ഇല്ല. അപ്പം വീട്ടിൽ വന്നിട്ട് കഴിക്കാൻ പറ്റൂ. എത്തിയപ്പോൾ താമസിച്ചു. മിറർ പോയി ചെടി വണ്ടി ഇതാണ്ടേ റോട്ടിലാണ് നമ്മൾ വെച്ചിട്ട് പോയത്. അവിടെ വണ്ടികളൊക്കെ ഒതുക്കുന്ന സ്ഥലമാണ്. ഇതാ ഏതോ ഒരു മഹാൻ വണ്ടി തള്ളിയിട്ടു. അതിന് കൈ കിട്ടുകയാണെങ്കിൽ, കാരണം അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ പോകുന്നത്. ഇതാണ്ടേ ഇളകി കിടക്കുന്നത്. ഇതൊക്കെ ഇളകി കിടക്കണം. പിന്നെ നമ്മൾ നല്ലവളായ പൂച്ചകൾ ഇവിടെ കുറേ ഉണ്ടായിട്ട് സീറ്റ് കയറി വെച്ചിട്ടുണ്ട്. എങ്ങനെയോ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വണ്ടിയിൽ ഒന്നുകൂടെ പണി ഉണ്ടാക്കി വെച്ച് എല്ലാം പൊട്ടിയതൊക്കെ പൊട്ട്. ഇത് ഭയങ്കര ടൈറ്റ്. ഞാൻ കൊടുക്കുന്ന പ്രഷർ വീഡിയോയിൽ അറിയാൻ പറ്റത്തില്ല. ചുറ്റുമണികളെ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ വണ്ടിയുടെ അവസ്ഥ. ആക്ച്വലി ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ വണ്ടി ശരിയാക്കാൻ പോലുള്ള പ്രാണി നമുക്കില്ല. നമ്മൾ അത് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന വഴിയാണ്. അതിന്റെ വീഡിയോ യൂട്യൂബിൽ വരും. ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന വഴിയാണത്. അപ്പോഴാണ് വണ്ടി ഇങ്ങനെ വീണ് കിടക്കുന്ന കാണുന്നത്. നമ്മളത് എന്താ പറയുക, ഷോക്കായി പോയി. ഒന്നാമത്തെ കാര്യം അവിടെ ഒതുക്കാൻ വേറെ സ്ഥലമില്ല. പിന്നെന്ന് പറഞ്ഞാൽ ആ വഴി നിങ്ങൾക്ക് ഞാൻ റോഡ് കാണിച്ചു തന്നെ, ആ റോഡിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്കും ആ റോഡിൽ ഒരു ബസ് ഇങ്ങനെ താന്നു പോയുള്ളൂ, നടുക്കൊരു കുഴിയിൽ വണ്ടിയിൽ കുറേ സമയം ബ്ലോക്ക് ആയിട്ട് കിടന്നു. ഒന്നില്ലെങ്കിൽ നമുക്ക് അവിടെ ഒത്തിരി ആൾക്കാർ പോകാൻ വരുന്ന മെയിൻ ജംഗ്ഷനാണ്. അവിടെ ഒന്നില്ലെങ്കിൽ പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി തരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഗതാഗത സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. മനസ്സിലായോ? നമ്മൾ അവിടെ ഒതുക്കിയത് തന്നെ നമുക്ക് വേറെ ഒതുക്കാൻ സ്ഥലമില്ല. അതുമല്ല, നമ്മൾ പണയം വെച്ച സ്വർണ്ണത്തിൽ നിന്ന് പുതുക്കി പൈസ അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ എടുത്ത് കയ്യിൽ പൈസ ഇല്ലാതെ പോയതാണ് നമ്മൾ. എത്ര 500 രൂപ കിട്ടിയുള്ളൂ. ആശുപത്രി പോയതാണ് നമ്മൾ. 500 രൂപ വലുതാണ് നമുക്കിപ്പോൾ, പക്ഷേ പറഞ്ഞതാണ് ഞാൻ അങ്ങനെ പോയതാണ്. അതിന്റെ കൂടെ ഇങ്ങനെ കൂടെ കണ്ടപ്പോൾ ട്രോമറ്റൈസ് ആയി പോയി. പിന്നെ അവരെന്ന് പറഞ്ഞാൽ കണ്ണാശുപത്രി പോയി. കണ്ണാശുപത്രിയിൽ പോയപ്പോൾ അവിടുത്തെ വഴി കാണാം. കണ്ണാണ് കണ്ണുണ്ടാതെ വരുന്ന ഒരു കൈയും കാലും കൂടെ ഒടിഞ്ഞു പോകുന്ന രീതിയിലുള്ള വഴിയാണ് എവിടെ കണ്ണാശുപത്രിയിൽ. അപ്പോൾ ഞാനിവിടെ ഇപ്പൊ കുറെ പേര് വന്ന് പറയും പാർക്ക് ചെയ്തുകൂടാത്ത ഇടത്താണോ പാർക്ക് ചെയ്യുന്നതിനൊക്കെ എന്റെ താരങ്ങളൊക്കെ വന്ന് പറഞ്ഞാൽ ആദ്യം ഇതൊക്കെ കാണിച്ചു കൊടുക്കും. ആദ്യം ഇതൊക്കെ ശരിയാക്കുക, എന്നിട്ട് പിന്നെ വേറെ ആളുടെ മിക്കി കയറാൻ വരിക. ഓക്കെ, സത്യം പറഞ്ഞാൽ ഇങ്ങനെ ആർക്കും ചെയ്യരുത്. കാരണം ഒട്ടും നമുക്ക് ശരിയാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് വണ്ടി. അതായത് ഒരു സ്കൂൾ വാനാണ്. നമുക്ക് ആകെയുള്ള ഒരു ഗതാഗത മാർഗം ഈ വണ്ടിയാണ്. കാരണം നമ്മൾ 3 പേരുണ്ട്. നമുക്ക് 3 പേരെ ഒരാൾ സെപ്പറേറ്റ് പോകാൻ പറ്റില്ല. എനിക്ക് ഇച്ചിരി പേടിയുള്ള കൂട്ടത്തിലാണ് ഒറ്റയ്ക്ക് പറയാൻ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കല്യാണത്തിന് ദൂരത്ത് പോകണമെങ്കിൽ ഒരുമിച്ച് പോകാൻ പറ്റുള്ളൂ. ഒരാൾ ബസ്സിൽ എന്റെ അതിന് 13 വയസ്സിൽ 16 വയസ്സിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല. അതാണ് വേറെ കാര്യം. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയൊക്കെ കുറെ റൂൾസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്കൂട്ടറാണ് നമ്മുടെ ഏകയുള്ള മാർഗം. കാർ ഉണ്ടായിരുന്നു, അത് നമ്മൾ ഒരു സാഹചര്യം വന്നപ്പോൾ അത് പറയാൻ വെച്ചു. അപ്പോഴത്തേക്കും അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ആ വണ്ടി ഉണ്ടായ സീറ്റ് ഉണ്ടായാലും അറിയാം, അത് മാറ്റാൻ പോലും കാണില്ലാത്തവരാണ് നമ്മൾ. നമ്മളോട് ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് അവരുണ്ടാകുന്ന കടക്കാരോടെങ്കിൽ പറഞ്ഞിട്ട് പോവാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിലോട്ട് വിളിക്കാം. ഇത് ബാക്കി നിൽക്കണം പറഞ്ഞാൽ വണ്ടി തന്നെ വേണം. വണ്ടി തന്നെ വണ്ടി അത് കുടിച്ചിട്ട് നിൽക്കണം. ഫിറ്റാണ് വണ്ടി. എന്റെ വണ്ടി എന്ത് കുടിച്ചിട്ടിരിക്കുന്ന വണ്ടി തന്നെത്താനെ വീണതാണെന്ന്. അത് സ്റ്റാൻഡ് ഇട്ടാൽ നിൽക്കും, വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം തട്ടിയാലേ വീഴത്തുള്ളൂ. അത് അപ്പുറത്തെ സൈഡിലോട്ടാണ് വീണത്, ഇപ്പത്തെ സൈഡിലോട്ടല്ല. അപ്പുറത്തെ സൈഡാണ് റോഡ്. പൊന്നു മണ്ടൂകളെ, എന്തോ ഒരു ശനിദശ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ചിന്തിച്ചിട്ട് ചെയ്യാം. മനസ്സിലായ? വല്ലാത്തൊരവസ്ഥ. എനിക്കതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സ്കൂൾ ഏതാണെന്നൊക്കെ മനസ്സിലായി. വിളിച്ച് സംസാരിച്ച് ഒന്നും റെസ്പോൺസ് വന്നില്ല. നോക്കാം നമുക്ക്. കാരണം നമുക്ക് വേണ്ടി ശരിയാക്കിയേ പറ്റുള്ളൂ. സോ ഗൈസ്, ഇത്ര എനിക്ക് ഒന്ന് റിയാക്ട് ചെയ്യാമെന്ന് തോന്നി. നിങ്ങൾ ആർക്കെങ്കിലും ഇങ്ങനെ വരുത്താമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് ചിന്തിക്കാം. അതെ, വണ്ടി ആകുമ്പോൾ പെട്ടെന്ന് അകത്തൊക്കെ പറ്റിയെന്നിരിക്കും. പക്ഷേ വണ്ടിയുടെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലാവില്ല. മനസ്സിലായോ? അപ്പൊ ഇഷ്ടമാണെങ്കിൽ